ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയോട് കൂടിയുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 ബീൻസ് അരിഞ്ഞത്, പിന്നെ ഒരു 3 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഒരു മുറി തേങ്ങ തിരുമി അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് അതിൻ്റെ 1-ാം പാലും 2-ാം പാലുമായിട്ട് മിക്സിയിലത് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ബീൻസും ക്യാരറ്റും പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ കട്ടി കുറഞ്ഞ പാല് ഒഴിച്ചു കൊടുക്കാം. അതായത് 2-ാം പാല്. എന്നിട്ട് നമുക്കൊന്ന് ഇത് അതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ പുഴുങ്ങി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഒരു കൊഴുപ്പ് കിട്ടും. അതിനാണ് പൊട്ടറ്റോ പുഴുങ്ങി അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അത് ആദ്യമേ ഇടത്തില്ല, മറ്റേ കഷ്ണങ്ങളുടെ കൂടെ ഇടത്തില്ല. അത് വെന്തതിന് ശേഷം മാത്രമേ ഇത് ഇടുകയുള്ളൂ. ഇനി ഇത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി ആണ് അത് ഇട്ടത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും കൊഴുപ്പ് കിട്ടിയത്. അതുകൊണ്ട് അതിനകത്ത് കോൺഫ്ലവറോ മൈദാമാവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൊട്ടറ്റോ പുഴുങ്ങി ചേർത്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമാണ്. അത് നല്ല രുചിയുള്ളതാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് സ്വല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അവസാനമായിട്ട് നമുക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ആ 1-ാം പാല്, നല്ല കുറുകിയ പാല്, അത് നമുക്ക് അവസാനമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാലിങ്ങനെ അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. തേങ്ങാപ്പാലിൻ്റെ പോലുള്ള രുചി മറ്റൊന്നിനും കിട്ടത്തുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അല്ലെങ്കിൽ ആ പാലൊഴിച്ച് കഴിഞ്ഞാൽ തന്നെ പാല് പിരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഏറ്റവും നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.